എല്ലാവർക്കും സ്പിരിച്വാലിറ്റി 777 എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. നമ്മളിന്നൊരു അടിപൊളി അഫർമേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുന്നേ ഞാൻ പറയട്ടെ, നിങ്ങൾ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഏരിയയിൽ നിങ്ങൾക്ക് എന്ത് വേണം എന്നുണ്ടാവുമല്ലോ, അങ്ങനത്തെയുള്ള കാര്യങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഓരോ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പുതിയത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്, യൂസർ നെയിമും കാര്യങ്ങളും. അതോടൊപ്പം നമ്മുടെ പോസ്റ്റ് ഉണ്ടല്ലോ, വീഡിയോസ്, ഷോർട്സ്, പോസ്റ്റ്, കസ്റ്റമേഴ്സിന് റിവ്യൂ ഇടുന്ന പോസ്റ്റുകളുണ്ടല്ലോ, ആ പോസ്റ്റിൽ നമ്മുടെ സർവീസസ് അവൈലബിൾ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ സർവീസസ് എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്, അതിൻ്റെ റേറ്റും അടക്കം എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ എന്ത് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക, കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. എല്ലാം സപ്പോർട്ട് നമുക്ക് തരിക, ചാനലിന് സപ്പോർട്ട് തരിക. നിങ്ങൾ ഏത് നിമിഷവും നിങ്ങൾക്ക് ആ നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യാൻ നമ്മുടെ ടീം അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഒരു അഫർമേഷനെ പറ്റിയാണ്. അഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പവർഫുള്ളാണ് അല്ലേ. നമ്മളത് ചാൻറ്റ് ചെയ്ത് അത് റിയാലിറ്റിയിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. നമ്മളെപ്പോഴും നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നമുക്കൊരു സാധനം വേണമെന്നുണ്ടാകും. പക്ഷെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ചിന്തിക്കുന്നത് നടക്കുമോ, ഇത് ശരിയാവുമോ എന്നൊക്കെയുള്ളൊരു പ്രശ്നങ്ങളാണ്, എന്നൊക്കെയുള്ള ചോദ്യചിഹ്നങ്ങളാണ് നമ്മളെപ്പോഴും യൂണിവേഴ്സിന് നേരെ ഉയർത്തുന്നത്. എന്ത് ചെയ്യുമ്പോഴും യൂണിവേഴ്സിനെ വിശ്വസിച്ച് നമ്മൾ ഏൽപ്പിക്കുന്ന എന്ത് കാര്യവും നമുക്ക് യൂണിവേഴ്സ് കൊണ്ട് തന്നിരിക്കും. അത് എങ്ങനെയാണ്, ഏത് വിധേനയാണ് ഒന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു ചികിത്സയ്ക്ക് പോവുകയാണെങ്കിൽ ഡോക്ടറെ ട്രസ്റ്റ് ചെയ്യാൻ പറയില്ലേ, ട്രസ്റ്റ് ദ ഡോക്ടർ. അതുപോലെ തന്നെയാണ് ട്രസ്റ്റ് ദ യൂണിവേഴ്സ് എന്നുള്ളൊരു കാര്യം. കാരണം അത് നിങ്ങൾക്ക് എത്തും. ഞാൻ എപ്പോഴും പറയുന്നൊരു എക്സാമ്പിൾ ഉണ്ട്. അത് യൂണിവേഴ്സിനെ ഒരു ഫ്ലിപ്കാർട്ടോ ആമസോണോ ആയിട്ട് കാണുക. നമ്മളത് ഓർഡർ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സാധനം നമ്മുടെ കയ്യിലെത്തും നമുക്ക് ഉറപ്പാണല്ലോ. പിന്നെ ആ എത്തുന്ന ആ ഒരു ഗ്യാപ്പേ ഉള്ളൂ. ആ ഗ്യാപ്പിൽ വേണം നമ്മൾ ക്ഷമാശീലരായി ഇരിക്കാൻ. ആ ഗ്യാപ്പിൽ നമ്മൾ ഹീൽ ചെയ്യണം, നമ്മൾ സെൽഫ് ലവ് ചെയ്യണം, സെൽഫ് കെയർ ചെയ്യണം, ലൈഫ് അടിച്ച് പൊളിക്കണം. അപ്പോൾ നമ്മുടെ വൈബ്രേഷൻ, നമ്മുടെ എനർജി പീക്കാവും. നമ്മൾ വിഷമിച്ചിരിക്കും തോറും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കും തോറും നെഗറ്റീവ് വൈബ്രേഷനാണ് നമ്മൾ യൂണിവേഴ്സിന് കൊടുക്കുന്നത്. ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്, അൺലൈക്ക് അട്രാക്ട്സ്. അത് നമ്മൾ എന്താണോ യൂണിവേഴ്സിന് കൊടുക്കുന്നത് അത് തന്നെയാണ് യൂണിവേഴ്സ് നമുക്ക് തിരിച്ചു തരിക. അപ്പം നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസും നെഗറ്റീവായിട്ടുള്ള വൈബ്രേഷൻസും നമ്മൾ യൂണിവേഴ്സിന് നെഗറ്റീവായിട്ടുള്ള മെസ്സേജുകളും കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് തന്നെയാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ഇപ്പം നിങ്ങൾ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയി, ആ പോയ ഒരാൾ നിങ്ങൾ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയെന്ന് വിചാരിച്ചോളൂ. ആ അട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും കരഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്മറീസ് ആലോചിച്ച് വിഷമിക്കും തോറും നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് നെഗറ്റീവായിരിക്കും. മനസ്സിലായോ? ചേസിങ് മെൻറ്റാലിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കരയുമ്പോൾ നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഹീലായാൽ മാത്രമാണ് നമുക്ക് വേണ്ടത് നമുക്ക് യൂണിവേഴ്സ് തരുള്ളൂ. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ കരഞ്ഞ് ഇരിക്കുന്ന സമയത്തൊന്നും ചെയ്യരുത്. യൂസ്ലെസ് ആണ്, ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിനി വെറുതെ വലിച്ചു കിട്ടുന്നില്ല, ഞാൻ കാര്യം പറയാം. ഒരു അഫർമേഷനാണ്. നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നും രാവിലെ എണീറ്റ് ഉടനെ സെയിം സെൻറ്റൻസ് നിങ്ങൾ പറയണം. ഓക്കെ, ഇതാണ് സെൻറ്റൻസ്. യൂണിവേഴ്സ്, I am ready and open for my dreams come true. Show me a clear sign എന്ന് പറയാം. ഇത് 21 ദിവസം നിങ്ങൾ രാവിലെയും, അതായത് 24 മണിക്കൂർ ചൊല്ലണമെങ്കിൽ ചൊല്ലിക്കോളൂ, നിങ്ങളുടെ ഇഷ്ടം പോലെ. പക്ഷെ രാത്രി കിടക്കുന്നതിന് മുന്നും രാവിലെ എണീറ്റ് ഉടനെ എന്നുള്ള ഈ ടൈമിൽ നിങ്ങൾ ചെയ്ത് 21 ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിചാരിക്കാത്ത ചേഞ്ചസ് ഉണ്ടാകാൻ പോകുന്നത്. ഇത് എഴുതി വെച്ചു, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചു. നിങ്ങൾ സിൻസിയറായിട്ട് 21 ദിവസം രാത്രി കിടക്കുന്നതിന് മുന്നും രാവിലെ എണീറ്റ് ഉടനെ തന്നെ നിങ്ങൾ ഈ ഒരു അഫർമേഷൻ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഓക്കെ, നിങ്ങൾ പറയുവാണെങ്കിൽ
യു സീ ദ റിസൾട്ട്. ഐ എം പ്രെറ്റി ഷുവർ അബൌട്ട് ദാറ്റ്. കാരണം അഫർമേഷൻ ഭയങ്കര പവറുണ്ട്. നമ്മൾ ഓരോ കൊടുക്കുന്ന വേർഡും അത്രയും പവർഫുള്ളാണ്, അതിന് അത്രയും വൈബ്രേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അഫർമേഷൻ എഴുതുമ്പോൾ ഐ നീഡ് എന്നൊന്നും എഴുതാത്തത്. നീഡ് എന്നൊക്കെ അതായത് നമ്മൾ ഇങ്ങനെ പറയില്ലേ, എനിക്കത് വേണം എന്നൊക്കെയുള്ള ആ ഒരു വേണം എന്നുള്ളത് എപ്പോഴും അഫർമേഷൻ കൊടുക്കുമ്പോൾ സ്പെല്ലുകളിൽ നമ്മൾ എഴുതാറുണ്ട്. സ്പെല്ലുകൾ ചെയ്യുന്ന സമയത്ത് സ്പിരിറ്റുകളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അത് എഴുതും, കാരണം അതൊരു കമാൻഡാണ്. പക്ഷെ അതേസമയം നമ്മൾ യൂണിവേഴ്സിനോട് നമ്മൾ പറയുമ്പോൾ നീഡ് എന്നൊക്കെ ഉള്ളതൊരു ചേസിങ് ആയിട്ട് വരുന്നൊരു സംഭവമാണ്. സോ ഡോണ്ട് ഡൂ ദാറ്റ്. ഓക്കെ, അപ്പോൾ നീഡ് എന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കാതിരിക്കുക, നല്ല നല്ല വാക്കുകൾ ഉപയോഗിക്കുക. ഇതാണ് അഫർമേഷൻ. യൂണിവേഴ്സ്, ഐ എം റെഡി ആൻഡ് ഐ എം ഓപ്പൺ ഫോർ മൈ ഡ്രീംസ് കം ട്രൂ. ഷോ മീ ക്ലിയർ സൈൻ ടുഡേ. ഇത്രയും മതി, നിങ്ങളുടെ ലൈഫ് മാറും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക.